സഭയ്ക്കുള്ളിലെ പ്രതിഷേധം മുതൽ സഭയ്ക്ക് പുറത്തെ കയ്യാങ്കളി വരെ നീണ്ട നാടകീയ മുഹൂർത്തങ്ങൾക്കൊടുവിൽ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം കഴിഞ്ഞ ദിവസം സമാപിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ കന്നി ലോക്സഭാ പ്രസംഗത്തിൽ നിന്ന് തുടങ്ങി രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കേസ് വരെ പോകുന്നു ഇക്കുറി കാര്യങ്ങൾ. അദാനി മുതൽ അംബേദ്കർ വരെ നീളുന്ന വിഷയങ്ങൾ ലോക്സഭയുടെയും രാജ്യസഭയുടെയും അകത്തളങ്ങളിൽ ചൂടുപിടിപ്പിച്ചു. നവംബർ 15-നാണ് പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം തുടങ്ങിയത്. നിരവധി വിഷയങ്ങളിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും നേർക്കുനേർ കൊമ്പുകോർത്തിരുന്നു. സഭയിൽ പക്ഷപാതിത്വം കാണിക്കുന്നു എന്നാരോപിച്ച് രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഖറിന് എതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നെങ്കിലും തള്ളപ്പെട്ടു. അദാനി വിഷയം വീണ്ടും ചർച്ചയാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചെങ്കിലും അത് ഇന്ത്യ സഖ്യത്തിലെ വിള്ളൽ മറനീക്കി പുറത്തേക്ക് വരുത്താനാണ് പ്രധാനമായും കാരണമായത്. തൃണമൂൽ അടക്കമുള്ളവർ കോൺഗ്രസിനൊപ്പം മുന്നിട്ടിറങ്ങാത്തത് പ്രതിപക്ഷത്ത് കല്ലുകടിയായി. അദാനി വിഷയത്തിൽ പ്രതിരോധത്തിലായ BJP പരിചയായി ജോർജ് സോറസ് കോൺഗ്രസ് ബന്ധം എന്ന ആരോപണം ഉയർത്തി. രാഹുലിനെയും പ്രിയങ്കയെയും ഉന്നം വെച്ചായിരുന്നു ഈ നീക്കം. ഇതോടെ ചർച്ചകൾ ചൂടുപിടിച്ചെന്ന് തോന്നിയെങ്കിലും സോറസ് വിഷയം കരുതിയതുപോലെ അത്ര വിജയമാക്കാൻ BJPക്ക് സാധിച്ചില്ല. ഈ ശൈത്യകാല സമ്മേളനത്തിൽ BJP സർക്കാരിന് നേട്ടമായത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലാണെന്ന് പറയാം. ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം നിയമമന്ത്രി ബിൽ അവതരിപ്പിച്ചു. വലിയ പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തിയെങ്കിലും വോട്ടെടുപ്പിലൂടെ ബില്ലുമായി മുന്നോട്ടു പോകാൻ സർക്കാരിന് സാധിച്ചു. ബില്ല് JPCയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. 269 പേർ ബില്ലിനെ അനുകൂലിച്ചും 198 പേർ എതിർത്തും വോട്ട് ചെയ്തു. എന്നാൽ വിപ്പ് നൽകിയിട്ടും 20 MP-മാർ ഹാജരാകാതിരുന്നത് BJPയെ തന്നെ ഞെട്ടിച്ചു. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, ജ്യോതിരാദിത്യ സിന്ധ്യ അടക്കമുള്ള പ്രമുഖരാണ് വിട്ടുനിന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 20 പേർക്കും പാർട്ടി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. അതിനിടെ അമിത്ഷായുടെ വിവാദ അംബേദ്കർ പ്രസംഗം വിള്ളൽ വീണ പ്രതിപക്ഷത്തിന് തിരിച്ചുവരവിനുള്ള വമ്പൻ അവസരമാണ് തുറന്നത്. അംബേദ്കറുടെ പേര് പറയുന്ന സമയത്ത് ദൈവനാമം ജപിച്ചാൽ സ്വർഗമെങ്കിലും കിട്ടുമെന്നായിരുന്നു അമിത്ഷാ രാജ്യസഭയിലെ പ്രസംഗത്തിൽ പറഞ്ഞത്. ഇതോടെ സഭയ്ക്കുള്ളിലെ ചർച്ചകൾ പാർലമെന്റ് വളപ്പിലെ പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങി. അദാനി വിഷയത്തിൽ വിട്ടുനിന്ന തൃണമൂൽ അടക്കമുള്ളവർ കോൺഗ്രസിനൊപ്പം പ്രതിഷേധത്തിനിറങ്ങി. അംബേദ്കറുടെ ചിത്രങ്ങളേന്തിയും നീല വസ്ത്രങ്ങൾ അണിഞ്ഞും പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കി. പ്രതിരോധിക്കാൻ ഭരണപക്ഷ MP-മാരും കളത്തിലേക്ക് ഇറങ്ങിയതോടെ കാര്യങ്ങൾ കയ്യാങ്കളിയിലേക്കും നീങ്ങി. BJP MP-ക്ക് പരിക്ക് പറ്റിയതും രാഹുൽ ഗാന്ധിയാണ് തള്ളിയിട്ടതെന്ന ആരോപണവും ഒടുവിൽ കേസിലേക്കും എത്തി. ശൈത്യകാല സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്നലെയും അംബേദ്കർ തന്നെയാണ് സഭയിൽ നിറഞ്ഞു നിന്നത്. വിജയ് ചൌക്കിൽ നിന്നും പ്രതിഷേധ മാർച്ചായാണ് ഇന്ത്യ സഖ്യത്തിലെ MP-മാർ പാർലമെന്റിലേക്ക് എത്തിയത്. അമിത്ഷാ രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പ്രതിഷേധങ്ങൾക്ക് നടുവിൽ പാർലമെന്റിന്റെ ഇരുസഭകളും കാര്യമായ കാര്യപരിപാടികളൊന്നും നടത്താനാകാതെ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു.